ട്രഷറി തട്ടിപ്പുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നഷ്ടപ്പെട്ട മുഴുവൻ തുകയും നിക്ഷേപകർക്ക് തിരികെ നൽകിയെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിലാണ് സംസ്ഥാനത്തെ ട്രഷറി തട്ടിപ്പുകളെക്കുറിച്ച് ധനമന്ത്രി മറുപടി പറഞ്ഞത്. കഴക്കൂട്ടം സബ് ട്രഷറിയിൽ ഉൾപ്പെടെ തട്ടിപ്പ് നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സഭയിൽ വിഷയം ഉന്നയിക്കപ്പെട്ടത്. തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാൻ പണം പിൻവലിക്കുമ്പോൾ അക്കൗണ്ട് ഉടമയ്ക്ക് മെസ്സേജ് ലഭിക്കുന്ന സംവിധാനം നടപ്പാക്കിയെന്ന മന്ത്രി. ട്രഷറി സോഫ്റ്റ്വെയറിലും ട്രഷറി ഇടപാട് നടപടിക്രമങ്ങളിലും കാതലായ മാറ്റം ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. സർ, ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ പ്രസ്തുത വിവരം SMS മുഖേന അക്കൗണ്ട് ഉടമയുടെ KYCയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അറിയിക്കുന്ന സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചെക്ക് ബുക്ക് വിതരണം ചെയ്യുമ്പോഴും മേൽപ്രകാരം അക്കൗണ്ട് ഉടമയ്ക്ക് SMS മുഖേന വിവരം നൽകുന്നതിനുള്ള സംവിധാനത്തിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഷറികളിൽ ചുരുക്കം ചില തട്ടിപ്പുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നഷ്ടപ്പെട്ട തുക നിക്ഷേപകർക്ക് തിരിച്ചു നൽകി. റിക്കവറി നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി. നമ്മുടെ ഈ ഇടപാടുകാരുടെ കാര്യം പറയാം. ഇതുവരെയുള്ള കേസുകളിൽ മുഴുവൻ ഏറ്റവും ഒടുവിലെന്ന ഒരു മാസം പോകുന്ന കേസ് വെച്ച് ബാക്കി എല്ലാത്തിനകത്തും നഷ്ടപ്പെട്ട മുഴുവൻ തുകയും ഇടപാടുകാർക്ക് നൽകിയിട്ടുണ്ട് സാർ. നേരത്തെ ചോദിച്ച ചോദ്യം മുഴുവൻ നൽകിയിട്ടുണ്ട്. അതിനകത്ത് നൽകുമെന്നല്ല, നൽകിയിട്ടുണ്ട് സാർ. അതിനകത്ത് യാതൊരു സംശയമില്ല. തട്ടിപ്പുകൾ തടയാൻ സ്ഥിരമായി ഒരു ട്രഷറിയിൽ മാത്രം ജോലി ചെയ്യുന്നവരെ മാറ്റും. തുടർച്ചയായി 6 മാസം ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.